ഉത്തരാഖണ്ഡ് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി പുരോഗമിക്കുന്നു. മരണസംഖ്യ 6. ഗംഗോത്രിയിൽ കുടുങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ഹെലികോപ്റ്ററുകളിൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. തകർന്ന റോഡുകൾ പുനർനിർമ്മിച്ച ശേഷം ഗഗ്നാനിയിലെ പാലം കൂടി നിർമ്മിച്ചാലേ റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം സാധ്യമാകൂ. ഗഗ്നാനിയിൽ നിന്നും PR സുനിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദരാലിയിലെ ദുരന്തഭൂമിയിൽ രക്ഷാദൌത്യത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് തകർന്ന റോഡുകളും പാലവും തന്നെയാണ്. തകർന്ന റോഡുകളിൽ 2 എണ്ണം ബട്ടൌലി മേഖലയിലാണ്. ദുരന്തഭൂമിയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയാണ് ബട്ടൌലി. അതിലൊരു റോഡിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാക്കി. അതിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ റോഡിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും എന്നാണ് BRO വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ആ റോഡ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് BROയ്ക്കുള്ള ടാസ്ക് എന്നത് ഈ പാലം പുനർനിർമ്മിക്കുക എന്നുള്ളതാണ്. ഇത് ഗഗ്നാനി എന്ന സ്ഥലമാണ്. ബട്ടൌലിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള ഈ ഗഗ്നാനിയിൽ ഇപ്പോൾ റിപ്പോർട്ടർ സംഘം എത്തിയിരിക്കുകയാണ്. ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഇവിടെ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് ദരാലി ഗ്രാമം. വളരെ ശ്രമകരമായ ഒരു ദൌത്യമായിരിക്കും ഇവിടെ പാലം നിർമ്മിക്കുക എന്നത് BROയെ സംബന്ധിച്ച്. ഇന്നലെ BROയുടെ എഞ്ചിനീയർമാർ ഇവിടെ എത്തി ഈ ഒരു പാലം നിർമ്മാണത്തിന്റെ സാധ്യതകളൊക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ട സാമഗ്രികളൊക്കെ തന്നെ ഉടൻ എത്തും എന്നാണ് BRO അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ബട്ടൌലിയിലെ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ആ നടപടിക്രമങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകും. ഏതായാലും ഈ പാലം പൂർണ്ണമായി ഒലിച്ചുപോയൊരവസ്ഥയിലാണ്. ഈ വലിയൊരു മലവെള്ളപ്പാച്ചിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കുത്തനെയുള്ള പാറക്കെട്ടുകളാണ്. അപ്പോൾ ഈ പാറക്കെട്ടുകളിലൂടെ വലിയ പാറക്കല്ലുകളടക്കം ഒലിച്ചു വന്ന് ഈ കോൺക്രീറ്റ് പാലത്തെ ആകെ തകർത്തിരിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല. ഈ പാലത്തിന്റെ കൈവരികൾ ഉൾപ്പെടെയുള്ളവ എല്ലാം ഈ ഒരു മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. നമുക്ക് നമ്മുടെ ക്യാമറമാൻ എത്ര താഴ്ചയുണ്ട് ഈ പാലത്തിന്റെ ഈ പാറക്കെട്ടുകൾക്ക് എന്നത് കാണിച്ചു തരും. കുത്തനെയുള്ള താഴ്ചയാണ്. ഈ കുത്തനെയുള്ള ഈ ഒരു പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ വേണം BROയ്ക്ക് ഇനി പാലം നിർമ്മിക്കാൻ. അപ്പോൾ ഈ ദരാലിയിലെ രക്ഷാദൌത്യത്തിൽ ഏറെ നിർണായകമാണ് ഈ പാലത്തിന്റെ നിർമ്മാണം. ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി പിന്നീട് വാഹനങ്ങൾക്ക് ദരാലിയിലെ ദുരന്തഭൂമിയിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അത് എത്രയും വേഗം ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ് BRO. ഇപ്പോൾ വ്യോമമാർഗം മാത്രമാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഈ രക്ഷാസംഘത്തെയൊക്കെ തന്നെ വ്യോമമാർഗം അവിടെ എത്തിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അപ്പോഴും JCB പോലുള്ള കൂടുതൽ യന്ത്ര സാമഗ്രികളൊന്നും തന്നെ ഈ ദുരന്ത മേഖലയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അതൊരു പ്രതിസന്ധിയാണ്. ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് ഗംഗോത്രി മേഖലയിലൊക്കെ തന്നെ ഒരുപാട് പേർ കുടുങ്ങിയിട്ടുണ്ട്. മലയാളികൾ അടക്കമുള്ളവരുണ്ട്. മലയാളികൾ സുരക്ഷിതരാണ് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ ഇപ്പോൾ ഹെലികോപ്റ്റർ മാർഗം ഈ ഉത്തരകാശി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ മണ്ണിനടിയിൽ കുടുങ്ങിയവരെ പുറത്തെടുക്കുന്നത് സംബന്ധിച്ച് അവരെ രക്ഷപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള നീക്കങ്ങളൊന്നും തന്നെ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വലിയ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ ഗഗ്നാനിലുള്ള ഈ ഒരു പാലം പുനർനിർമ്മിക്കണം. ഗഗ്നാനിയിൽ നിന്നും ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം PR സുനിൽ ഇൻ റിപ്പോർട്ടർ.